നെറ്റ്വർക്ക് ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നേരും പതിരിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആഘോഷങ്ങൾ പരിധി വിടുന്നുണ്ടോ എന്നാണ്. ചർച്ചയിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്നത് CPIM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് P. സന്തോഷ്, പൊതുപ്രവർത്തകനായ N. സുബ്രഹ്മണ്യൻ മാഷ്, നിരവധി ചാനൽ പ്രോഗ്രാമുകളിലൂടെ സുപരിചിതനായ പ്രദീപ് കാങ്കോൽ. സന്തോഷേട്ടാ, അപ്പോൾ ചോദിക്കാനുള്ളത്, ഇപ്പോൾ കണ്ണൂർ നമ്മുടെ ഒരു വിഷയം നേരത്തെ കണ്ടതുകൊണ്ട് തന്നെ ഈ ഇന്നത്തെ കാലത്ത് കല്യാണമാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ആഘോഷങ്ങളും ഒരു പരിധിക്കപ്പുറം പോകുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും അത് തോന്നലല്ല, നമ്മുടെ ഒരു അനുഭവമാണത്. കാരണം കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം ഞെട്ടിത്തരിച്ചതുപോലെ കല്യാണ വീട്ടിൽ ബോംബ് പൊട്ടി ഒരു ചെറുപ്പക്കാരൻ മരിക്കുകയാണ്. ഇത് മരണത്തിലേക്ക് എത്തിയോണ്ട് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നു. പക്ഷേ ഞങ്ങൾ ഈ വിഷയം കുറേ കാലമായി ടേക്കപ്പ് ചെയ്തൊരു വിഷയമാണ്. തലശ്ശേരി മേഖലയിലായിരുന്നു ഇതിൻ്റെ ആദ്യമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ ഉണ്ടായത്. അതിൻ്റെ ഒരു കല്യാണ ആഭാസം ഇത് നമ്മൾ ഇമാജിൻ ചെയ്യുന്നത്, സങ്കല്പിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് വരികയാണ്. ഇത് തീർച്ചയായും എതിർക്കപ്പെടേണ്ടതാണ്. നമുക്ക് ഒന്നിച്ച് ഇത് മാറ്റം വരുത്തേണ്ടതാണ്. ഇതിനകത്തുള്ളൊരു വിഷയം, കുറച്ച് വരൻ്റെ കൂട്ടുകാർ അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾ, അതിൽ ചെറുപ്പക്കാർ ഈ കാര്യങ്ങൾ ചെയ്യുന്നു എന്നത് മാത്രമല്ല, ഇതിനകത്തുള്ളൊരു വിഷയം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ശരിയല്ല എന്ന് പറയാനുള്ള ഒരു മനസ്സ് നമുക്ക് നഷ്ടപ്പെടും. ഇതിനകത്ത് ഈ ചെറുപ്പക്കാരെ മാത്രം കുറ്റപ്പെടുത്തി പോകുന്നതിൽ ഒരു അർത്ഥമില്ല, അത് ശരിയല്ല. കാരണം ഒരു വീട്ടിനകത്ത്, ഒരു കല്യാണ വീട്ടിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു തലം ഏതെല്ലാം തരത്തിലാണ് ആഭാസതരം എന്നതിലും ഞാൻ അങ്ങനെ വിശദീകരിക്കണം. പക്ഷെ ഇങ്ങനൊരു നമുക്ക് സാധാരണ നിലയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, പേക്കൂത്തുകൾ ഉണ്ടാകുമ്പോൾ അത് ശരിയല്ല എന്ന് പറയുന്നതിന് വേണ്ടി കൂടി നിൽക്കുന്ന ഒരു പ്രായം ചെന്നിട്ടുള്ള തലമുറയിൽ ആരും തയ്യാറാകുന്നില്ല. തീർച്ചയായും പറഞ്ഞ കാര്യം ശരിയാണ്. നമ്മുടെ ഈ കല്യാണം മാത്രമല്ല, നമ്മുടെ അതുകൊണ്ട് തന്നെ ആഘോഷങ്ങൾ പരിധിപ്പെടുന്നുണ്ടോ എന്നൊരു ചോദ്യം തന്നെ ചോദിക്കാൻ കാരണം ജന്മദിനങ്ങളും ഒക്കെ അങ്ങനെ തന്നെ പോകുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ മാഷോട് ഞാൻ ചോദിക്കുവാണെങ്കിൽ, ഈ സാധാരണയുള്ള ജീവിതത്തോട് കലഹിച്ച് പുതിയൊരു വഴിയിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു പാത ഉണ്ടാക്കിയ ഒരാളാണ് മാഷ. അതുകൊണ്ട് തന്നെ നമ്മൾ പഴയ കാലത്ത് ഇങ്ങനെയൊക്കെയാണ്, ഇപ്പോൾ ദൗർഭാഗ്യകരമാണ്, ഇത്തരത്തിലൊരു മരണത്തിലേക്കൊക്കെ കലാശിച്ചത് ദൗർഭാഗ്യകരമാണെങ്കിൽ പോലും ഒരു പരിധിവരെ കുട്ടികൾ ഇത് എൻജോയ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റപ്പെടുന്നത്, പഴയ രീതിയിൽ നിന്ന് മാറ്റപ്പെടുന്നത് അംഗീകരിക്കപ്പെടേണ്ടതാണോ? ഇവിടെ സന്തോഷം സൂചിപ്പിച്ചതുപോലെ ഇത് പൊതുബോധത്തിലും സംസ്കാരത്തിലും കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത് കാണേണ്ടത്. ഇപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഇപ്പോൾ മലയാളിയുടെ പാട്ട് പാടാൻ, ഡാൻസ് ചെയ്യാനൊക്കെയുള്ള ഒരു മടി പൊതുവിൽ മറ്റ് പല പ്രദേശങ്ങളിലും ആഘോഷങ്ങൾ വളരെ എന്ന് പറഞ്ഞാൽ ഡ്രം അടിച്ചിട്ട് ഇപ്പോൾ മരണച്ചടങ്ങുകൾ പോലും വലിയ തോതിൽ ആഘോഷങ്ങളായിട്ട് മാറുന്ന ഒരു ഇത് നമ്മുടെ കൾച്ചറിൽ യഥാർത്ഥത്തിലുണ്ട്. പക്ഷെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, ഈ പറയുന്ന നമ്മൾ നേരത്തെ റാഗിങ് സംസ്കാരം എന്നൊക്കെ പറയുന്ന എന്ന് പറഞ്ഞാൽ പീഡനാത്മകമായിട്ട് ആഘോഷത്തിൽ സന്തോഷിക്കേണ്ട ആളുകൾക്ക് തന്നെ വലിയൊരു പീഡനമായിട്ട് മാറുന്ന ഒരു സ്ഥിതി. അതിൽ ഈ പറയുന്ന മദ്യം, മയക്കുമരുന്ന് അതുപോലുള്ളതിനുള്ള ഒരു പുതിയ റോള്, അത് സർവ്വസാധാരണവും സർവാംഗീകാരവുമുള്ള ഒന്നായി മാറുന്ന ഒരവസ്ഥ. ഇതിൻ്റെയൊക്കെ പിറകിലുള്ള യഥാർത്ഥ കാരണങ്ങൾ നമ്മൾ അന്വേഷിച്ചാൽ കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ എക്കണോമി, രാഷ്ട്രീയ സമ്പദ് ശാസ്ത്രത്തിന് കഴിഞ്ഞ ഒരു 40-50 വർഷങ്ങളായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ത് എന്നുള്ളത് കൂടി അന്വേഷിച്ചാലേ നമുക്ക് ഈ ഒരു കൾച്ചറിലേക്ക് എങ്ങനെയാണ് കേരളം എത്തുന്നത് എന്ന് പറയും. ഇപ്പോൾ ഒരു ഉദാഹരണം എടുത്ത് നോക്കിയാൽ, ഒരു ഉൽപാദന സമൂഹമല്ല നമ്മൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഉപഭോഗം ചെയ്യുന്നതിൻ്റെ ഒരു 80% പുറത്തു നിന്ന് കൊണ്ടുവരുന്ന സാധനമാണ്. കാർഷിക മേഖലയിൽ ഉൽപ്പാദനം കുറയാണ്. നമ്മൾ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടും ഒരുപാട് സർക്കാർ പദ്ധതി ഉണ്ടായിട്ടും കാർഷിക ഉൽപ്പാദനത്തിൻ്റെ അടക്കമുള്ള മേഖലകളിൽ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ വരുമാനത്തിൽ കാർഷിക മേഖലക്കുള്ള പങ്ക് വളരെ കുറഞ്ഞു വരുന്നു. വ്യവസായ മേഖലക്കുള്ള പങ്കും കുറഞ്ഞു വരുന്നു. ഈ പറയുന്ന പുറത്തു നിന്ന് വരുന്ന പണം എന്ന് പറഞ്ഞാൽ ഗൾഫും അതുപോലെ തന്നെ പിൽക്കാലത്ത് യൂറോപ്യൻ, അമേരിക്കൻ, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പോയിട്ട് വരുന്ന ഒരു വലിയ തോതിലുള്ള പണം വരവ്. ഈ പണം വരവ് ഇപ്പോൾ നമുക്കറിയാലോ, പണ്ട് ആഘോഷങ്ങൾ നടത്താൻ ആളുകളുടെ കയ്യിൽ കാശില്ല.
അപ്പോൾ തെയ്യമൊക്കെ ആണെങ്കിൽ പിന്നെ തറവാട്ടിലെ തെയ്യം എന്ന് പറഞ്ഞാൽ ആ തറവാട്ടിലെ 4 ആളോ 5 ആളോ 10 ആളോ കൂടുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ നോക്കിയാൽ എല്ലാ ഉത്സവങ്ങളും പിന്നെ 10,000-കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന്, ഒരു തറവാട്ടിലെ തെയ്യം പോലെയുള്ള ആഘോഷം നടത്തണമെങ്കിൽ പോലും ലക്ഷക്കണക്കിന് രൂപ ചെലവ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ പണമുണ്ട്. അപ്പോൾ ഈ പണം വരുന്നത് തന്നെ പലതരത്തിലുള്ള ഒരു എന്താണ് അണ്ടർവേൾഡ് എക്കണോമി എന്നൊക്കെ പറയുന്നത്. അണ്ടർവേൾഡ് എക്കണോമി എന്ന് ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ഉൽപാദന പ്രവർത്തനത്തിലൂടെ ഉണ്ടാകുന്ന പണത്തിന് പകരം ഈ കള്ളപ്പണത്തിൻ്റെ ഒരു വരവ്. ഈ കള്ളപ്പണം സമൂഹത്തിൽ പരക്കുന്നു, എല്ലാ സ്ഥലത്തും പരക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലെ ഒരു കൊല്ലം സ്ഥല വിൽപ്പന മാത്രം നടക്കുന്നത് ഏതാണ്ട് 2 ലക്ഷം കോടി രൂപയുടേതാണ്. ഈ 2 ലക്ഷം കോടി രൂപയുടെ ഒരു 10% മാത്രമേ ഈ പണം കൈമാറ്റം രേഖാപരമായിട്ട് നടക്കുന്നുണ്ടാവുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാവുന്നതാണ്, ഇപ്പോൾ ഒരു സ്ഥലത്ത് പിന്നെ രജിസ്ട്രേഷൻ്റെ മാർക്കറ്റ് വാല്യൂ സർക്കാർ കണക്കാക്കിയത് ഒരു 20,000 ആണെങ്കിൽ ആ സ്ഥലം കൈമാറ്റം ചെയ്യപ്പെടുന്നത് 2 ലക്ഷം രൂപക്കാണ്. അപ്പോൾ ഈ നിലയിൽ സമൂഹത്തിൽ നിയമപരമല്ലാത്ത രീതിയിൽ വൻതോതിൽ പണം പരക്കുകയും അത് ഏറ്റവും താഴെത്തട്ടിൽ പോലും എത്തുകയും ഒരു ഉൽപാദന പ്രവർത്തനത്തിലും ഇടപെടാതെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള പിന്നെ അംഗീകൃതമല്ലാതെ പണമുണ്ടാക്കുന്ന മാർഗങ്ങളിലാണ് കൂടുതലും യുവാക്കൾ ഇന്ന് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇത് ഒരു വലിയ തോതിൽ പണം കയ്യിൽ വരുന്നു, വലിയ തോതിൽ മയക്കുമരുന്നുകൾ വരുന്നു, വലിയ തോതിൽ മദ്യത്തിൻ്റെ ഉപഭോഗം കൂടുന്നു, വലിയ തോതിൽ ഗുണ്ടാ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ നോക്കിക്കോ, കേരളത്തിൽ ഒരു ദിവസം പോലും ഗുണ്ടാ ആക്രമണങ്ങളില്ലാതെ ഒരു ദിവസം പോലും ഇല്ല. എന്തുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെയുള്ള ഈ ഗുണ്ടാക്രമണങ്ങൾ പെരുകുന്നു? കാരണം കേരളത്തിൻ്റെ എക്കണോമിയിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ആളുകളെ ആവശ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ സ്വത്തിൻ്റെ പിന്നെ കാര്യങ്ങളിലായാലും എന്ന് പറഞ്ഞാൽ വലിയ പണം, അല്ലെങ്കിൽ ഇപ്പോൾ കൃഷിയിലോ വ്യവസായത്തിലോ നമ്മൾ പണിയെടുക്കുന്നുണ്ടെങ്കിൽ ഒരു 8 മണിക്കൂറൊക്കെ പണിയെടുക്കണം. മറ്റേതിലാകുമ്പോൾ എന്ന് പറഞ്ഞാൽ അരമണിക്കൂറോ 1 മണിക്കൂറോ കൊണ്ട് നിങ്ങൾക്ക് ഒരു ദിവസം 1,000-2,000 ആയിരം രൂപ. അപ്പോൾ ഒരുപാട് തരത്തിൽ ഇങ്ങനെ സമയം ആളുകൾ ഈ സമയം ഇന്ന് ഉപയോഗിക്കുന്നത് ഒരു തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് ഉള്ള പുതിയ യുവാക്കളുടെ ഒരു കടന്നുവരവിന് വലിയ തോതിലടിയാക്കുന്നത്. ഈ ഒരു സംസ്കാരത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് യഥാർത്ഥത്തിൽ ഈ പുതിയ ആഘോഷങ്ങളിൽ മുഴുവൻ കാണുന്നത്. അതിപ്പോൾ പിന്നെ ആളുകൾ പാട്ട് പാടുന്നതിനെതിരായിട്ടോ അല്ലെങ്കിൽ ആളുകൾ പിന്നെ എന്താണ് ഡാൻസ് ചെയ്യുന്നതിനെതിരായിട്ടോ ഉള്ള ഒരു ഇത് ആവേണ്ട കാര്യമില്ല. കാരണം തീർച്ചയായിട്ടും മനുഷ്യൻ്റെ ബോഡി മുമ്പോട്ടും പിമ്പോട്ടും മാത്രമല്ല സൈഡിലോട്ടും ചലിപ്പിക്കാനും പെണ്ണുങ്ങൾ അടക്കമുള്ള ആളുകൾക്ക് ഇപ്പോൾ ഞാനത് പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളാണ്. ഇപ്പോൾ മാഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ ഈ ആഘോഷങ്ങളൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷേ അതിലേക്ക് മദ്യവും മയക്കുമരുന്നും അതുപോലെ ഗുണ്ടാ പ്രവർത്തനങ്ങളും ഒരു അമിതമായ പണമൊഴുക്കും ഒക്കെയാണ് ഇത്തരം പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന്. ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായ സമയത്ത് ആദ്യം ഉണ്ടായ ഒരു കാര്യം ബോക്സ് വെച്ചുള്ള ഗാനമേളകൾ നിരോധിച്ചു, അല്ലെങ്കിൽ ഇതുപോലുള്ള കലാപ്രവർത്തനങ്ങൾ നിരോധിക്കുകയായിരുന്നു ആദ്യം ചെയ്തിരുന്നത്. അപ്പോൾ ഈ കോവിഡിന് ശേഷം നിങ്ങൾ കലാകാരന്മാരൊക്കെ ഇപ്പോൾ കല കൊണ്ട് ജീവിക്കുന്ന ഒരാളാണെന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്, ഇങ്ങനെയുള്ള കല്യാണം അതുപോലുള്ള പ്രോഗ്രാമുകളിലൂടെയാണ് പണം കണ്ടെത്തിയതെന്നിരിക്കെ അത്തരത്തിലൊരു നിരോധനം വന്നു എന്ന് കേട്ടപ്പോൾ എന്താ തോന്നിയത്? ആദ്യം അത്തരം ഒരു തീരുമാനത്തോട് മാനസികമായ ഒരു വിയോജിപ്പായിരുന്നു ഉണ്ടായത്. എന്ന് വെച്ചാൽ നമ്മൾക്കുള്ള കലാകാരന്മാർ ആർക്കും ദ്രോഹം ചെയ്യണമെന്ന് ആഗ്രഹിക്കാറില്ല. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു പരിപാടി ചെയ്യുമ്പോൾ നമുക്ക് അവരെ സന്തോഷിപ്പിക്കുക, അവരെന്താണോ നമ്മുടെ അടുത്ത് പ്രതീക്ഷിക്കുന്നത് അവർക്കത് നൽകുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ മിമിക്രി ആയാലും പാട്ടായാലും ഡാൻസൊക്കെ ചെയ്ത് അവരുടെ സന്തോഷത്തിൻ്റെ ഭാഗമാവും എന്നാണ് നമ്മുടെ ഉദ്ദേശം. അല്ലാണ്ട് അവർക്ക് ദ്രോഹം ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയല്ല നമ്മളവിടെ പോകുന്നത്. അപ്പോൾ അത് നിരോധിച്ചപ്പോൾ ശരിക്കും മാനസികമായിട്ടൊരു വിഷമമാണ് ആ അവസ്ഥയിലുണ്ടായത്. അപ്പോൾ ഇത് ആദ്യമാണെങ്കിൽ നമ്മൾ ടിപ്പിക്കൽ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ വരനും വധുവും വരുന്നു, വലിയ ഒച്ചപ്പാടുകളില്ലാതെ കല്യാണം കഴിയുന്നു, പിന്നെ അവരുടെ തിരക്കുകളിലേക്ക് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് പോകുന്നു. ഇന്ന് മാഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി അറയിൽ അലാറം സെറ്റ് ചെയ്ത് വെക്കുക, അത്തരത്തിലുള്ള ചെറിയ കുറുമ്പുകൾ എന്നൊക്കെ പറയാം. അത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതിലിപ്പോൾ നമ്മുടെ ബഹുമാനായ സന്തോഷേട്ടൻ അതുപോലെ സുബ്രഹ്മണ്യ മാഷൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടു. അപ്പോൾ അവരോടൊക്കെ ഭാഗ്യമായിട്ടുള്ളൊരു വിയോജിപ്പ് എനിക്കുള്ളൂ. കാരണം ആഘോഷങ്ങൾ വേണം. കാലം മാറുമ്പോൾ നമുക്കുള്ള എന്താ പറയുക ആഘോഷങ്ങളുടെ രീതികളിലും മാറണം. പക്ഷെ അവിടെ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു സാധനം യുക്തിബോധമാണ്. യുക്തി എന്നുള്ളൊരു സംഭവം നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് അവിടെ മണ്ടത്തരങ്ങളും ഒക്കെ ആവുന്നത്. ഒരു എക്സാമ്പിൾ, മുമ്പ് ഒരു 4 വർഷം മുമ്പേ വാട്സപ്പിലുള്ള ഒരു സംഭവമുണ്ട്. അതായത് കല്യാണം കഴിഞ്ഞ് അവർ ആദ്യ രാത്രി റൂമിലിരിക്കുന്ന സമയത്ത് കൂട്ടുകാർ അവരുടെ കൗതുകമാണ്, ഇവരെങ്ങനെങ്കിലും ഇവരെ ആദ്യ രാത്രി ഒന്ന് കൊളാക്കണം.
ഒരു എയർ ഹോളിലൂടെ പൈപ്പിൽ വെള്ളമിട്ട് അടിച്ച സമയത്ത് എന്തായി, വൈദ്യുതി സ്പ്രെഡായി, ഒരു മരിച്ചു. അപ്പോൾ വലിയൊരു ജീവിതം കണ്ട് മുന്നോട്ട് ഇറങ്ങിയവർക്ക് എന്താണ്, മരണമാണ് കിട്ടിയത്. അപ്പോൾ അത്തരം യുക്തിബോധങ്ങൾ നഷ്ടപ്പെടുന്ന സമയത്താണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു സെലിബ്രേഷൻ, ബർത്ത്ഡേ സെലിബ്രേഷൻ, കുറച്ച് കേക്ക് എടുത്ത് മുഖത്തൊരച്ചുകൊണ്ടോ കുറച്ച് ബലൂൺ എടുത്ത് പൊട്ടിച്ചുകൊണ്ടോ മറ്റേ സൈഡിൽ നിന്ന് മറ്റേ പൊട്ടിച്ച് ഫുള്ള് സ്പ്രെഡ് ചെയ്യിപ്പിച്ചുകൊണ്ടൊന്നും പ്രശ്നങ്ങളില്ല. ഈ ചെക്കനെയും പെണ്ണിനെയും JCB കൊണ്ടോ ഇതിനെ കൊണ്ടോ അത് കുറച്ച് പ്രശ്നമാണ്. ലൈഫ് ഇവർ ഒരുമിച്ച് ചേർത്തത് ഇവിടെ ഫാമിലിയാണ്. പക്ഷേ ഈ JCB-കാരൻ ചിലപ്പോൾ ഒന്ന് തുമ്മുമ്പോ അല്ലെങ്കിൽ അയാൾ മിസ്റ്റേക്കലോ ചിലപ്പോൾ മേലെ എത്തിയിട്ടൊന്ന് താഴെ വീണ അപകടം പറ്റിയത്. അതുകൊണ്ടാണ് ഞാൻ ഭാഗ്യമായിട്ട് വിയോജിക്കുന്നതെന്ന് പറഞ്ഞത്. ആഘോഷങ്ങൾ വേണം. അപ്പോൾ മാഷ് പറഞ്ഞൊരു കാര്യത്തിലേക്ക് ഞാൻ വരുവാണെങ്കിൽ, ഇത്തരത്തിലുള്ള ഗുണ്ടാ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മയക്കുമരുന്ന്, മദ്യം, ഇതൊക്കെ സുലഭമായി ഇപ്പം നമ്മുടെ നാട്ടിൽ ഒഴുകുന്നു. ഇതിനെന്തായിരിക്കും കാരണം? സന്തോഷേട്ടനോടാണ് എൻ്റെ ചോദ്യം. അല്ല, അതിൽ ആ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ പ്രതി പറഞ്ഞത്, നമ്മൾ ഏതൊരു ആഘോഷത്തിനും ആരും എതിരല്ല. ചില ആഭാസത്തരങ്ങൾ പറയുമ്പോൾ, അത് തുറന്നു കാണിക്കുമ്പോൾ ആരും ആഘോഷത്തിനെതിരല്ല. കാരണം നമ്മളെല്ലാം ഈ സമൂഹത്തിലെ ഒരു സാമൂഹിക ജീവിയാണ്. ഇവിടുത്തെ സങ്കടവും സന്തോഷവും ദുഃഖവും ഒക്കെ നമുക്കെല്ലാ ആളുകൾക്കും ബാധകമാണ്, എല്ലാവരുടെ ജീവിതത്തിലും ബാധകമാണ്. ആഘോഷിക്കാനുള്ള ഒരാളുകൾ, പ്രത്യേക സെഗ്മെൻറ്റ് അങ്ങനെയില്ല. നമ്മളെല്ലാ ആളുകളും, ഈ പ്രേക്ഷകരെല്ലാ ആളുകളും എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ അതിനകത്ത് സഭ്യേതരമല്ലാത്ത തരത്തിൽ കാര്യങ്ങൾ ഇന്ന് വരുന്നു. അതാണ് വിഷയം. JCB-യുടെ മേലെ കയറ്റി ഇരുത്തുക എന്നതാണ് പ്രശ്നം. അത് ഓടിക്കുന്ന ആൾ താഴോട്ടോ മേലോട്ടോ ആക്കി എന്നതല്ല. പക്ഷെ അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് എങ്ങനെയാണ് ഇന്ന് വരുന്നത്? എൻ്റെ ഒരു ചോദ്യമുള്ളത്, ആ കയറ്റിയിരുത്തുന്ന ആളുകൾ മാത്രമല്ല, അത് കണ്ടു നിൽക്കുന്ന ആളുകൾ. മുമ്പെല്ലാം ഒരു പ്രായമുള്ള ആളുകൾ ഇത് പറയുമായിരുന്നു, തടയുമായിരുന്നു. പക്ഷെ ഇന്നതില്ല. അതുകൊണ്ട് എൻ്റെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, ഇതിനകത്ത് ഏതെങ്കിലും ചെറുപ്പക്കാർ അവർ ആഘോഷം അതിരുവിടുന്നു എന്നതല്ല വിഷയം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ആകെ ഇത് അംഗീകരിക്കപ്പെടുന്ന തരത്തിലേക്ക് വരുന്നു. അതാണ് സുബ്രഹ്മണ്യ മാഷ് പറഞ്ഞു, ഒരു റാഗിങ്ങിൻ്റെ ഒരു സൈക്കോളജി ഇന്ന് സമൂഹത്തിൽ അപ്ലിക്കബിൾ ആകുന്നു ഇങ്ങനെയുള്ള സന്തോഷകരമായ കാര്യത്തിൽ. മറ്റൊന്ന് ചോദിച്ചൊരു ചോദ്യം, അതിനകത്ത് കേരളത്തിൽ ഇപ്പോൾ മദ്യവും മയക്കുമരുന്നും സുലഭമാണ് എന്ന് പറയുന്നതിൽ കൊട്ടേഷൻ വളരെ ഇതാണ് എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. വളരെ പോലീസ്, നിങ്ങൾ നോക്കുക, ഒരു സംഗതി, ഒരു ആൻറ്റി സോഷ്യൽ എലമെൻ്റ് ഉണ്ടാകുമ്പോൾ ആ എലമെൻ്റ് ഉണ്ടാകുന്നതിന് വിവിധ കാരണങ്ങളുണ്ട്. പക്ഷെ അവിടെ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നു? അതാണുള്ളത്. അത് ഇപ്പോൾ ഏറ്റവും അധികം ഇങ്ങനത്തെ കേസുകളിൽ പ്രതികളെ 2-3 ദിവസം കൊണ്ട് പിടിക്കുന്നു, നന്നായിട്ട് ആ കാര്യങ്ങൾ ഇടപെടുന്നു, ഈ കൊട്ടേഷൻ സംഘത്തെ അമർച്ച ചെയ്യുന്നു, റെയ്ഡ് നടക്കുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ കൊട്ടേഷൻ ശക്തമാണ്, കൂടിയിട്ടുണ്ട് എന്ന് പറയാനേ പറ്റില്ല. പക്ഷേ ഉള്ളൊരു വിഷയം സുബ്രഹ്മണ്യ മാഷ് പറഞ്ഞതാണ്, മെയ്യനങ്ങാതെ എങ്ങനെ കാശുണ്ടാക്കാം എന്നത് ഇന്നത്തെ ഒരു കാലത്തെ ഒരു തിയറിയാകുകയാണ്. അതാണ് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ഗ്ലോബലൈസേഷൻ്റെ ദോഷഫലങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യം ഇതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കും. ഇന്ന് ആ തരത്തിലേക്ക് വരുമ്പോൾ ഇന്നത്തെ ഈ എക്കണോമിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കൊട്ടേഷൻ സംഘങ്ങൾ വരുമ്പോൾ അതിനെതിരായിട്ടുള്ള നിലപാട് സ്റ്റേറ്റ് എടുക്കുന്നു, പോലീസ് എടുക്കുന്നു. അത് അമർച്ച ചെയ്യേണ്ടതാണ്. അത് ഒരിക്കലും പോലീസ് സംവിധാനം കൊണ്ട്, പോലീസിങ് കൊണ്ട് ഇല്ലാതാക്കപ്പെടേണ്ടതല്ല, പൊതുബോധത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കപ്പെടേണ്ടതാണ്. തീർച്ചയായും അത് ഗവൺമെൻറ് ശക്തമായി ഇടപെടുന്നു. കൂട്ടായി നമുക്ക് ഇതിനെതിരായിട്ട് ഇടപെട്ട് പോകേണ്ടതാണ്. അല്ലാതെ കേരളത്തിലാകെ മയക്കുമരുന്ന് കൂടുന്നു എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. കൊട്ടേഷൻ സംഘങ്ങളുടെ വിളയാട്ടമാണ് എന്ന തരത്തിൽ ചാപ്പകുത്തി പോകുന്നതിലും ഒരു തലവുമില്ല എന്ന് തന്നെയാണ്. താങ്കൾ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു പൊതുബോധം ഇത് അംഗീകരിച്ച് തുടങ്ങി എന്നുള്ളത്. അത് ശരിക്കും അത് വളരെ കാര്യമായിട്ട് പറയുമ്പോൾ, പിറന്നാളൊക്കെ ആണെങ്കിൽ മുട്ടയെടുത്ത് തലക്കെട്ട് പൊട്ടിക്കുക, കെട്ടിയിട്ട് ചാണക വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഇത്തരത്തിലുള്ളതൊക്കെ ഈ അനുഭവിക്കുന്നവനും അത് എൻജോയ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ കുട്ടികളോട് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അവൻ അതേ പണി തിരിച്ചു കൊടുക്കും. അപ്പോൾ പിറന്നാൾ പണി എന്നാണ് പറയുക. അപ്പോൾ പിറന്നാൾ സെലിബ്രേഷൻ എന്നുള്ളതിന് പകരം പിറന്നാൾ പണി എന്നാണ് പറയുക. അപ്പോൾ ഇപ്പോൾ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഇത് പാടില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന പലരും, അവരുടെ പിറന്നാളാണെങ്കിലും അവരുടെ കല്യാണമാണെങ്കിലും ഈ പെട്ടി ഓട്ടോറിക്ഷയിൽ കയറ്റി പെണ്ണിനെയും ചെക്കനെയും കൊണ്ടുപോകും, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തവരാണ്. അപ്പോൾ ഇനി ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവർ വീണ്ടും അതിലേക്ക് തന്നെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു പ്രശ്നം വരുമ്പോൾ ഉണ്ടാകുന്ന ഒച്ചപ്പാടിനപ്പുറം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അടിച്ചമർത്താൻ എന്ത് ചെയ്യാൻ സാധിക്കും? അല്ല, ഇതിനകത്തുള്ളൊരു വിഷയം, ഏതെങ്കിലും ഒരു അപകടകരമായ കാര്യം വരുമ്പോൾ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുക,
അതിൻ്റെ ചൂട് പോകുമ്പോൾ തീരുക എന്നതല്ല. മറിച്ച് ഇതിനകത്തുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കെങ്ങനെയാണ് ഇങ്ങനെ മാറാൻ വേണ്ടി കഴിയുന്നത് എന്നതാണ് പ്രശ്നം. അങ്ങനെ വരുമ്പോൾ ഇത് ചെയ്ത ആളുകൾ മറ്റേ ആളെ ചെയ്യുന്നു എന്നതിലേക്കേ അല്ല, ഇത് ചെയ്യപ്പെടുന്ന ആളുകൾ അത് എൻജോയ് ചെയ്യുന്നു എന്ന് പറയുന്നതിലേക്കും അല്ല. മറിച്ച് അത് ശരിയല്ല എന്ന് ചെറുപ്പക്കാരോട് പറയാൻ വേണ്ടി പറ്റണം, ഇത് ചെയ്യുന്ന ആളുകളോട് പറയാൻ വേണ്ടി പറ്റണം. അവിടെയാണ് നമ്മുടെ ഒരു സാമൂഹ്യ ബോധത്തിനകത്ത് വരുന്ന ഒരു ഇടിച്ചൽ ഉണ്ടാകുന്നത്. ആ ഇടിച്ചൽ എന്ന് പറയുന്നത് ഇന്നുണ്ടാക്കുന്ന ഒരു സാമൂഹ്യ ജീവിതം നമുക്ക് നൽകുന്ന ഒരു തലമാണ്. അത് മാറ്റപ്പെടേണ്ടത് നിരന്തരമായിട്ട് ഏതെങ്കിലും ഒരു സംഭവം കൊണ്ടോ ഏതെങ്കിലും ഒരു ചർച്ച കൊണ്ടോ ഒന്നും അവസാനിക്കുന്നതല്ല, നിരന്തരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രക്രിയ കൊണ്ട് അവസാനിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. നേരത്തെ സന്തോഷേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, മുതിർന്ന ഒരാൾ പോലും ഇത് പറഞ്ഞ് തിരുത്താനില്ല എന്ന്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ല, അവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുതിർന്ന ആളുകൾക്ക് അത്തരത്തിൽ ഇടപെടാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. കാരണം ഇപ്പോൾ നേരത്തെ നമ്മുടെ സമൂഹത്തിൽ പൊതുവെ മുതിർന്ന ആളുകളെ ബഹുമാനിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം നിലവിലുണ്ടായിരുന്നു. അത് ഒരു പ്രായത്തിൻ്റെ പക്വതയുടെ ഒക്കെ ഒരു അംഗീകാരമായിട്ടുള്ള, ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നോക്കിയാൽ അങ്ങനെ ഒരു സംഭവമില്ല. കാരണം മുതിർന്ന ആളുകൾക്കും ഭയമാണ്. ഈ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ ഒരു കല്യാണ വീട്ടിൽ ഒരു ഡാൻസുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ തർക്കം പിറ്റേ ദിവസം കല്യാണ ആഘോഷത്തിൻ്റെ ഭാഗമായി തന്നെ ബോംബും പേറി വന്ന്, ആ ബോംബ് വളരെ ശക്തമായിരുന്നു എന്ന് നമുക്കറിയാം. കാരണം ഞാൻ വിചാരിക്കുന്നത് ആ ബോംബ് എറിഞ്ഞ് കൃത്യമായും ലക്ഷ്യത്തിലെത്തിയിരുന്നെങ്കിൽ ഒന്നിലേറെ ആളുകളെ കൊല്ലാൻ ശേഷിയുള്ള ബോംബാണെന്ന് പറഞ്ഞാൽ ഈ അടുത്ത് നിൽക്കുന്ന ഒരാളുടെ കൈ തട്ടി മറ്റാളുടെ മേലെ വീണപ്പോൾ തന്നെ തല പൊട്ടിച്ചതറാൻ മാത്രം ശക്തിയുള്ള ഒരു ബോംബ് ദൂരത്തേക്ക് എറിഞ്ഞ് ഒരാൾക്കൂട്ടത്തിൻ്റെ നേർക്കാണ് എറിയുന്നതെങ്കിൽ കൂടുതൽ അപകടം വരുമായിരുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും വളരെ അക്രമാത്മകമായി പ്രതികരിക്കുന്ന ഒരു യുവത്വം എന്ന് പറഞ്ഞാൽ ഈ ആളുകളെ സത്യത്തിൽ മുതിർന്നവർക്കും ഭയമാണ്. കാരണം മുതിർന്നവരെന്തെങ്കിലും പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ സന്തോഷം പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഇതൊരു ക്രമസമാധാന പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ ഒരു നാട്ടുമധ്യസ്ഥത്തിൻ്റെ പ്രശ്നമായിട്ടോ ഒന്നും പരിഹരിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം നമ്മുടെ സൊസൈറ്റിയിൽ മൊത്തത്തിൽ നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളുടെയും അതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന സാംസ്കാരിക മാറ്റങ്ങളുടെയും ഫലമായിട്ട് തന്നെയാണ് ഇതുണ്ടാവുന്നത്. ഇപ്പോൾ സന്തോഷ് പറഞ്ഞ പോലെ ഇപ്പോൾ പിന്നെ ഗുണ്ടാക്രമണങ്ങൾ പെരുകുന്നു, ക്രമസമാധാനം തകരുന്നു എന്നുള്ള നിലയിലല്ല, അല്ലെങ്കിൽ പോലീസ് പിന്നെ ഇത് നിഷ്ക്രിയമാവുന്നു എന്നുള്ള ആ ഒരു ദൈനംദിന രാഷ്ട്രീയം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുന്ന പോലെയുള്ള ഒരു പ്രശ്നമല്ല ഇത്. കാരണം എന്ന് പറഞ്ഞാൽ ക്രമസമാധാനത്തിൻ്റെ തലത്തിലൊന്നും അത് പരിഹരിക്കാനാവില്ല. ഇപ്പം ഈ മനുഷ്യർക്ക് തന്നെ ഇത് പിന്നെ നാശകരമാണ് എന്ന് അവർക്കറിയാം. അപ്പോൾ നിങ്ങൾ തന്നെ നോക്കിയാൽ മതി, ഗുണ്ടകൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പിന്നെ അക്രമം എന്ന് പറയുന്നത് ഒരു ഗുണ്ടയും യഥാർത്ഥത്തിൽ സമാധാനമായിട്ട് ജീവിക്കുന്നില്ല. ഓരോ സമയവും 5-10 ആളുകളാൽ വലയം ചെയ്യപ്പെട്ട് യാത്ര ചെയ്യണമെങ്കിൽ അവരുടെ സുരക്ഷിതത്വത്തിൽ പോയി എന്ന് പറഞ്ഞാൽ ഏത് സമയവും മറ്റൊരുത്തൻ തന്നെ ആക്രമിക്കാൻ നിൽക്കുന്നുണ്ട് എന്നുള്ള അങ്ങേയറ്റത്തെ ഭീതി നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് ഈ ക്രിമിനൽ സംഘങ്ങളും നടക്കുന്നത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ അത് വേണ്ട രീതിയിൽ ഇപ്പോൾ ക്രമസമാധാനത്തിൻ്റെ തലത്തിനപ്പുറത്തേക്ക് സാമൂഹിക രാഷ്ട്രീയ തലത്തിൽ ഈ ഒരു മാറ്റത്തെ പഠിക്കാനും അതിനെ മറികടക്കാനുള്ള ശ്രമം കേരളീയ സമൂഹത്തിൽ സാംസ്കാരിക രംഗത്തോ രാഷ്ട്രീയ രംഗത്തോ സജീവമായിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഇപ്പോൾ ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഒരു 10-30 വർഷം മുമ്പേ ഒക്കെ രാഷ്ട്രീയ അക്രമങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ രാഷ്ട്രീയ അക്രമങ്ങളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അയാൾ ഒട്ടും വ്യക്തിപരമല്ലാതെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് തൻ്റെ എന്ന് പറഞ്ഞാൽ അയാൾ ഒരു പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു എന്നുള്ള നിലയിലാണ് ആ ആക്ടിവിറ്റിയിൽ പങ്കെടുക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് വരുന്ന ആൾ നാട്ടിൽ വളരെ സ്വീകാര്യമായ തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളാണ്. അവർക്ക് മറ്റു തരത്തിലുള്ള യാതൊരു സ്വഭാവ ദൂഷ്യങ്ങളോ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ടുള്ള അങ്ങേയറ്റത്തെ വിശ്വാസത്തിൻ്റെ ഫലമായിട്ടാണ്. ഇപ്പോൾ RSSകാരും അല്ലെങ്കിൽ മറ്റ് ആളുകളും ഏത് രാഷ്ട്രീയ പാർട്ടി എടുത്തു നോക്കിയാലും അങ്ങനെയുള്ള ആളുകളാണ് ഈ ആക്ടിവിറ്റികളിൽ പങ്കെടുത്തുള്ളൂ. ഇന്നിപ്പോൾ മാറിയിരിക്കുന്നു. എല്ലാ ആളുകളും ഈ പറയുന്ന സമൂഹത്തിലെ ഈ ക്രിമിനൽ വൽക്കരണപ്പെട്ട ആളുകളെ ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്ക് പോലും ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം വരുന്നു. ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ മൊത്തത്തിലുണ്ടായിട്ടുള്ള സമൂഹത്തിലുണ്ടായിട്ടുള്ള ഒരു മാറ്റം, രാഷ്ട്രീയ രംഗത്തുണ്ടായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ എല്ലാം ഹയർ ചെയ്യുന്ന
അല്ലെങ്കിൽ എല്ലാത്തിനെയും ഒരു തരം ഉപഭോഗമാക്കിയിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിന് വേണ്ടുന്ന തരത്തിൽ അവർക്ക് പലതരത്തിലുള്ള സഹായങ്ങൾ പുറത്തുനിന്നും കിട്ടുന്നു, അവരെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാവുന്നു. അങ്ങനെ വരുമ്പോൾ മൊത്തത്തിൽ ഈ പറയുന്ന ആർക്കും അവരെ ചോദ്യം ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ അവരൊരു പവർ എന്ന് പറഞ്ഞാൽ ഗ്രാമീണ തലത്തിലൊക്കെ ഒരു അധികാര ശക്തിയായിട്ട് എന്ന് പറഞ്ഞാൽ ഇവരെ ഭയന്നിട്ട് മാത്രമേ, ഇവർക്ക് രാഷ്ട്രീയമില്ല, ഇവർ ഏത് രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ടും വേണമെങ്കിൽ പോവും, രഹസ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും ഒക്കെ ചെയ്യും. പക്ഷെ ആർക്കും ഇവരെ ചെറുത്ത് നിൽക്കാനുള്ള, ഇപ്പോൾ സന്തോഷം പറഞ്ഞ ഈ ഉള്ള ആളുകൾക്ക് സമൂഹത്തിൽ ഇടപെടാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നതിൻ്റെ ഒരു പശ്ചാത്തലമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പ്രദീപിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ, ഈ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിൽ നേരിട്ട് ഇടപെടാൻ പറ്റുന്നുണ്ട്? അതായത് പിറന്നാൾ പണികളായിരിക്കാം, അല്ലെങ്കിൽ കല്യാണം, താങ്കൾ പോയ ഒരു കല്യാണത്തിൽ ഇത്തരത്തിൽ ഈ പെട്ടി ഓട്ടോറിക്ഷയിൽ കയറ്റി പോവോ, അത്തരത്തിലുള്ള ആഘോഷങ്ങൾ എന്തിലെങ്കിലും പോയി നേരിട്ട് ഇടപെടാൻ ഇതുവരെ പറ്റിയിട്ടുണ്ടോ? പറ്റിയിട്ടുണ്ട്. സ്ഥലം പറയുന്നില്ല. അവിടെ ഞാൻ പോയ സമയത്ത് ഇതേപോലെ JCBയിൽ മുമ്പിൽ അവരിങ്ങനെ കയറി നിന്നിട്ടൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. അത് അവരുടെ ചോരത്തിളപ്പിൻ്റെ പ്രായമല്ലേ എന്ന് വിചാരിച്ച് മാറി നിന്നു. പിന്നെ ഇതുപോലെ സന്തോഷേട്ടനും മാഷും പറഞ്ഞ കാര്യത്തിൽ ഒറ്റപ്പെട്ട് ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് കുറേ നെഗറ്റീവ് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും പുതുതലമുറയെ ചിന്തിക്കുന്ന ചിന്താഗതികളെല്ലാം അബദ്ധമായ ധാരണ എന്ന ഒരു യുവാവെന്ന രീതിയിൽ എനിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ മുമ്പൊക്കെ ഈ ഒരു നിശ്ചയം, കല്യാണ നിശ്ചയം, ഒരു 4-5 പെൺവീട്ടുകാർ, 4-5 സെക്കൻഡ് വീട്ടുകാർ, അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സേവ് ദി ഡേറ്റ് എന്നൊക്കെ നല്ലൊരു ആൽബമെല്ലാക്കി വളരെ ഭംഗിയായിട്ട് കാണുന്ന രീതിയിൽ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അവർക്ക് പിന്നെ ഒരുപാട് കാലം കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു അഭിനയത്തിലൊന്നും അഭിനയിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ കൂടി അവർ അന്ന് ആ ക്യാമറമാൻ്റെ നിർബന്ധത്തിന് വേണ്ടി ചെയ്ത നല്ല നിമിഷങ്ങൾ, മൊമെൻറ്റ്സ് അവർക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ഉണ്ടാവും. അതുപോലെ ഇപ്പോൾ JCക്ക് വരെ മറിച്ച് നമ്മളൊരു ആനയുടെ പുറത്തായി വരുന്നുണ്ടെങ്കിൽ ജീവിതം നമ്മൾ ആരും ആനപ്പുറത്തൊന്നും അധികം കയറിയിട്ടുണ്ടാവില്ല. പക്ഷെ കല്യാണ സമയത്ത് ചെക്കനും പെണ്ണും ആനപ്പുറത്ത് കയറി വരുന്ന ആ ഒരു ആനച്ചന്തം, ആ ഭംഗി അവരുടെ എത്രയോ വർഷം കഴിഞ്ഞ് അവർ ആലോചിക്കുമ്പോൾ അവരുടെ മനസ്സിൽ അതൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും. അവിടെ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ യുക്തിബോധം നഷ്ടപ്പെട്ട് മാത്സര്യങ്ങൾ വന്ന് ദേഷ്യം വന്ന് ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ള ചിന്താഗതിയിലേക്ക് മനസ്സ് കറക്റ്റ് പോവാതെ അവരുടെ പ്രകോപനങ്ങളിലൂടെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. അതെ, അല്ല അവിടെ ഒരു പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ആനപ്പുറത്ത് കയറി വരിക എന്നുള്ളത് രസമാണ്. പക്ഷെ ചില സമയത്ത് ആ ആന വരണ്ട അവിടെ ആർക്കെങ്കിലും അപകടം പറ്റിയാൽ അതും അപ്പൊ ചോദ്യത്തിലേക്ക് വരില്ലേ? പക്ഷെ ആന മുമ്പ് എങ്ങനെ ആയിരുന്നു, ആന എത്ര നാളായിട്ട് മതപ്പാട്ടുള്ള അല്ലെങ്കിൽ ആന എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? ഇത്തരത്തിലൊരു പെട്ടെന്ന് കൊണ്ടുവരുന്ന ആനയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഒരു അപകടം ഇങ്ങനെയുള്ള ആളുകളാണ് അവര് വേണമെങ്കിൽ ഈ പറയുന്ന പോലെ പടക്കം പൊട്ടിക്കാം. അങ്ങനെയാണെങ്കിൽ തൃശ്ശൂർ പൂരത്തിന് എത്രയോ ആനകളെ നിർത്തിയിട്ട് നമ്മൾ അവിടെ ആഘോഷങ്ങൾ നടത്താറുണ്ട്. അങ്ങനെയാണെങ്കിൽ ആനകൾ അവരിങ്ങനെ ഇങ്ങനെ മുൻകൂർ ചിന്തിക്കുകയാണെങ്കിൽ അവിടെ ഉത്സവങ്ങൾ ആനകളെ കൊണ്ടുവരില്ലല്ലോ. ആനകളെ കൊണ്ടുവരില്ല. അങ്ങനെ നേരത്തെ നടന്നുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അവിടെ. അപ്പോൾ ഈ പറയും പോലെ കല്യാണ ആഭാസം എന്ന് പറയുന്ന പോലെ പല അമ്പലങ്ങളിലും, അതിപ്പോൾ നമ്മൾ പറയുന്നത് ശരിയല്ല എങ്കിലും പോലും പല ഉത്സവങ്ങളിലും ഇതുപോലെ വലിയ രീതിയിലുള്ള കാട്ടിക്കൂട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെ ഒന്നും അത്തരത്തിൽ വലിയൊരു ചോദ്യം ചെയ്യൽ വരുന്നില്ല. പക്ഷേ ഒരു കല്യാണത്തിനോ മറ്റോ ചെറിയ രീതിയിലുള്ള ആഘോഷങ്ങളിൽ ആളുകൾ കയറി ഇടപെടുന്നു എന്നുള്ള ഒരു ചോദ്യം യുവാക്കളുടെ ഇടയിൽ ഉണ്ടാവാറുണ്ട്. അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? അതിനകത്ത് ഉള്ളത് ഇപ്പോൾ ഉള്ളത് തന്നെയാണ്. ഒരു 10-15 കൊല്ലം കഴിഞ്ഞാൽ ഉണ്ടാകേണ്ടത് നമ്മളാരും വാശി പിടിക്കേണ്ടതില്ല. ഈ നമ്മുടെ ജീവിതത്തിൽ പഴയതിൽ നിന്നും വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റം ഉണ്ടാവണം. ആ മാറ്റത്തിന് ഒരാളും എതിരല്ല. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് പഴയ ആളുകൾ എതിരാണ്. അങ്ങനെയല്ല. ഞങ്ങളെല്ലാം കാണുന്നത് സമൂഹത്തിനകത്തൊരു മാറ്റം, നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള ഒരു മാറ്റമുണ്ട്. ആ മാറ്റത്തിൻ്റെ ഭാഗമായി നമ്മുടെ എല്ലാ ആഘോഷത്തിലും ആ മാറ്റം പ്രകടമാകും. ഇവിടെ ഉള്ളൊരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആഘോഷങ്ങൾ ഒരു സാഡിസ്റ്റ് മൈൻഡിലേക്ക് പോകണോ, പേക്കൂത്തിലേക്ക് പോകണോ എന്നതേ ഉള്ളൂ. നമുക്ക് സന്തോഷത്തിനാണ്. അതിനു പകരം സങ്കടകരമാക്കുന്ന തരത്തിലേക്ക്, അവരെ മാത്രമല്ല നാടിനെ സങ്കടകരമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതുണ്ടോ എന്നതാണ് ഏറ്റവും വലിയ വിഷയമായിട്ടുള്ളത്. അങ്ങനെ പറ്റില്ല. മറ്റൊന്നുള്ളത് ഇപ്പോൾ ആഘോഷങ്ങൾ, ഈ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെ വലിയൊരു നമ്മുടെ ഒന്നും മുന്നിൽ അങ്ങനത്തെ ഒരു വിഷയമില്ല. അങ്ങനെ ഒരു ആഭാസത്തിന്റെ തരത്തിലേക്ക് ഏതെങ്കിലും ക്ഷേത്രത്തിലെ ചടങ്ങുകൾ, ഉത്സവങ്ങൾ മാറുന്നു. അല്ല, പലപ്പോഴും ഗാനമേളയുടെ ഇടയിൽ രണ്ട് കൂട്ടുകാർ തമ്മിൽ തല്ലുണ്ടാവുന്നു, അത് കത്തിക്കുത്തിലേക്ക് എത്തുന്നു. നമ്മളെ തൊട്ടടുത്തുള്ള അമ്പലങ്ങളിൽ തന്നെ പലപ്പോഴും അത് അമ്പലത്തിന്റെ ഒരു ഇതായിട്ട് വരുന്നതല്ല, അവിടെ ഗാനമേള വരുന്നു, അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ഇതുവരെ ഒരു ഗാനമേള നിരോധിച്ചതായിട്ടോ ഒന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അല്ല, ഗാനമേള നിരോധിക്കുക എന്നതല്ല, ഗാനമേള അടി ഉണ്ടാവുമ്പോൾ ഉള്ള ഒരു പ്രതിവിധി. ഈ തലവേദന വന്നാൽ തല വെട്ടിക്കളയാൻ വേണ്ടി പറ്റില്ല. അതിനകത്തുള്ളൊരു വിഷയം എന്ന് വെച്ചാൽ
ഇതൊന്നും ക്ഷേത്ര ചടങ്ങുകളോ ക്ഷേത്ര ഉത്സവ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയല്ല. വളരെ അപൂർവമായിട്ട് എവിടെയെങ്കിലും ഗാനമേളയ്ക്ക് അല്ലെങ്കിൽ നാടകത്തിനിടയിൽ അല്ലെങ്കിൽ നടന്നു പോകുന്ന ആളുകൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകാം, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ അതൊന്നും ഈ ആഘോഷവും ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമേ അല്ല. മറ്റൊന്നുള്ളത് ഇവിടെ നേരത്തെ ഇതിനകത്തുള്ള വിഷയമെന്ന് പറയുന്നത് നേരത്തെ മാഷു പറഞ്ഞതുപോലുള്ള, നേരത്തെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലുള്ള നമ്മുടെ ഒരു മൂല്യബോധത്തിൽ വരുന്ന ഒരു തലമാണ്. ഗ്യാങ് വാറായിട്ട് കാര്യങ്ങൾ വരുന്നു, ഒരു ഗ്യാങ് കൾച്ചർ വരുന്നു. മാഷ് നേരത്തെ പറഞ്ഞ പോലെ പണം സുലഭമായി വരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ മദ്യത്തിൻ്റെയും ഒഴുക്ക് സുലഭമായി വരുന്നുണ്ട്. അത് പിടിച്ചു നിർത്താൻ നമുക്ക് ഗവൺമെൻറ് തലത്തിലൊന്നും സാധ്യമാവില്ലേ? അല്ല, അതിനകത്തുള്ള പണത്തിൻ്റെ ഒഴുക്ക് എന്ന് പറയുന്നത് മുമ്പെല്ലാം ഇവിടെ മാഷ് പറഞ്ഞ പോലെ നമുക്കറിയാം, നമ്മളിവിടെ കാർഷിക പ്രധാനമായിരുന്നു. ഇപ്പോൾ നമ്മളുടെ ഒരു റിസോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സാണ്, HR ആണ് നമുക്കുള്ളത്. നമ്മുടെ പുതിയ കുട്ടികൾ വിദേശങ്ങളിലേക്ക് പോകുന്നു, മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നു, അവർ ജോലി ചെയ്യുന്നു, സമ്പാദിക്കുന്നു. അവർ വീട്ടിലിരുന്ന് ജോലി ചെയ്ത് സമ്പാദിക്കുന്നു. നമ്മുടെ ഇപ്പോൾ ഹൗസ് വൈഫ് എന്ന് പറയുന്ന പുതിയ കാലത്തെ വീട്ടമ്മമാർ വീട്ടിലിരുന്നിട്ട് അവർ വരുമാനം ഉണ്ടാക്കുന്നു അവരുടെ ജോലി ചെയ്തിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കയ്യിൽ കൂടുതൽ കാശ് വരുന്നു. അതുകൊണ്ടൊരു അത് കള്ളപ്പണമാണ് ഇത് ആകെ എന്ന് പറയാൻ വേണ്ടി നമുക്ക് പറ്റില്ല. പക്ഷെ അതിൻ്റെ സാധ്യതയുണ്ടെങ്കിൽ നിയമ സംവിധാനം അത് തടയേണ്ടത് തന്നെയാണ്. അതിലൊന്നും നമുക്കൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. അതുകൊണ്ട് കള്ളപ്പണമാണ് ആകെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു ചടങ്ങുകളുടെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങൾ വരുന്നത് ശരിയല്ല എന്നതാണ്. അപ്പം നേരത്തെ ആണെങ്കിൽ നമ്മളിപ്പോൾ പുറത്ത് പോവുകയാണെങ്കിൽ, ഈ കണ്ണൂർ ജില്ലയ്ക്ക് പുറത്ത് പോവുകയാണെങ്കിൽ, കണ്ണൂർ ജില്ലയിൽ മാത്രമാണ് ആക്രമണം എന്നൊന്നും ഞാൻ പറഞ്ഞു വെക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ പുറത്ത് പോവുകയാണെങ്കിൽ പറയും ബാഗിൽ ബോംബുണ്ടാവുമല്ലേ, കത്തി ഉണ്ടാവുമല്ലേ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നമ്മൾ പലപ്പോഴും കാണുന്നു, വീടുകളിൽ നിന്ന് ബോംബ് ഉണ്ടാക്കുന്നതിനിടയിൽ ബോംബ് പൊട്ടിത്തെറിക്കുന്നു, കൈപ്പത്തി ഏറ്റുപോകുന്നു. അല്ലെങ്കിൽ കല്യാണത്തിന് പോകുമ്പോൾ ബോംബും കൊണ്ടുപോകുന്നു, കൂട്ടുകാരൻ്റെ നേർക്ക് എറിയുന്നു. ഇത്തരത്തിൽ ആളുകൾക്ക് തന്നെ വീടുകളിൽ വെച്ച് തന്നെ ഉണ്ടാക്കാനും ഇങ്ങനെ സുലഭമായി ബോംബൊക്കെ നിർമ്മിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു തമാശയായി തോന്നുന്നു. പക്ഷെ അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്തുള്ളൊരു വിഷയം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ബോംബ് സ്ഫോടനം നടന്നപ്പോൾ ഉണ്ടായ ട്രോളുണ്ട്. ആ ട്രോളെന്ന് പറയുന്നത് കണ്ണൂരിൽ കല്യാണ വീട്ടിലേക്ക് പോകുമ്പോൾ ബാക്കി എല്ലാ സ്ഥലത്തും ഗിഫ്റ്റ് ബോക്സുമായിട്ട് പോകുന്നു, ഇയാൾ ബോംബായിട്ട് പോവുകയാണ്. ഈ തരത്തിൽ ഒരു സാമാന്യവൽക്കരണമുണ്ട്. എവിടെയെങ്കിലും ഉണ്ടാകുന്ന കാര്യങ്ങൾ ആകെ സാമാന്യവൽക്കരിച്ച് പോകുന്നതിൽ അർത്ഥമില്ല. രാഷ്ട്രീയ കൊലപാതകങ്ങൾ എല്ലായിടത്തും ഉണ്ട്, അത് ശരിയല്ല, എതിർക്കപ്പെടേണ്ടതാണ്. പക്ഷേ നേരത്തെ മാഷ് പറഞ്ഞതുപോലെ നിർഭാഗ്യകരമായിട്ടുള്ള രാഷ്ട്രീയ സംഘർഷങ്ങൾ പല ഘട്ടങ്ങളിലും കൊല്ലങ്ങളായിട്ടുണ്ട്, അത് ശരിയല്ല. പക്ഷേ അത് കണ്ണൂർ മാത്രമായി ബ്രാൻഡ് ചെയ്യുന്നത് ഒരു ശരിയല്ല, അത് കാര്യം അല്ല. മറ്റൊന്നുള്ള ബോംബ് ഉണ്ടാക്കുന്ന, വീടുകളിൽ പോലും ബോംബ് ഉണ്ടാക്കുന്നു, ആരുണ്ടാക്കുന്നു? ഞാൻ ഇത്തരം ഒരു ചർച്ചയിൽ അങ്ങനെ ഒരു പ്രത്യക്ഷമായ രാഷ്ട്രീയത്തിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ പയ്യന്നൂരിൻ്റെ പരിസരത്തിൽ ഒരു വീട്ടമ്മക്ക് 1-2 വർഷങ്ങൾക്ക് മുമ്പ് ബോംബ് പൊട്ടി പരിക്കേറ്റത് അവർ പറമ്പിൽ പണിയെടുക്കുമ്പോഴല്ല, വീട്ടിൽ ചോറുണ്ടാക്കാൻ വേണ്ടി അരിക്കലത്തുനിന്ന് അരിയെടുക്കുമ്പോൾ ആ കലം വീണപ്പോൾ പൊട്ടുകയാണ്. അരിക്കലത്തിൽ ബോംബ് കൊണ്ടുവെക്കുകയാണ് അടുക്കളയിൽ, അത് പൊട്ടിയിട്ട് അമ്മക്ക് പരിക്കുന്നു. അയാൾക്ക് തന്നെയാണ് ഇപ്പോൾ വീട്ടിൽ നിന്നും ബോംബ് കിട്ടുമ്പോൾ പരിക്കേറ്റുന്നത്. RSSൻ്റെ ആളുകളെല്ലാം ഇവിടെയാണ് ഇപ്പോൾ ഉള്ളൊരു വിഷയം. നേരത്തെ മാഷ് പറഞ്ഞത്, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നും മാറിയിട്ട് ഈ കൊട്ടേഷൻ സംഘങ്ങളെ ചില രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ബോംബ് പൊട്ടി ഇപ്പോൾ കൈപ്പത്തി അറ്റുപോയിട്ടുള്ള ഒരാളെ ഏതെങ്കിലും ഒരു സാമൂഹ്യ പ്രവർത്തനത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു BJPയുടെ പരിപാടിക്ക് നമ്മൾ കാണാറുണ്ട്? നാട്ടിൽ ഈ കോവിഡ് വന്നപ്പോൾ അത്തരക്കാരെ കണ്ടിട്ടുണ്ടോ സഹായത്തിന് വേണ്ടിയിട്ട്? ഒന്നുമില്ല. ഇത്തരം ആളുകളെ സംഘപരിവാരം ഉൾപ്പെടെയുള്ള ആളുകൾ ചില ക്രിമിനൽ സെറ്റിനെയൊക്കെ ഉണ്ടാക്കി വെക്കുന്നു. പൊതുവെ ഇത്തരം ക്രിമിനൽ സെറ്റിനെ ഉപയോഗിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട്. അതാണ് EP ജയരാജനെ വെടിവെച്ച് കൊല്ലുന്നതിന് വേണ്ടി പോയിട്ടുള്ള ആളുകൾ. K സുധാകരൻ വാടകയ്ക്ക് എടുത്തത് RSകാരെയായിരുന്നു. ഇത് നമ്മുടെ കണ്ണൂരിൻ്റെ ഒരു അനുഭവമാണ്. അതുകൊണ്ട് ഈ രാഷ്ട്രീയ സംഘർഷങ്ങളിൽ പെട്ടുപോകുന്ന ആളുകളെല്ലാം ഇതുമാത്രമായി ജോലിയുള്ള ആൾ, ഇവരെല്ലാം ഹയർ ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ശരിയല്ല. ഇത്തരം പ്രവണതകളെല്ലാം എതിർക്കപ്പെടണം. നാടാകെ ഇതിനെതിരായിട്ട് വരണം. പയ്യന്നൂർ പോലുള്ള സ്ഥലത്ത് സമാധാനത്തിൽ കാര്യങ്ങൾ പോകണം. വീട്ടിൽ നിന്ന് ബോംബ് കെട്ടുകയും അത് പൊട്ടുന്ന ഒരു സ്ഥിതി ഉണ്ടാകരുത്. നമുക്കെല്ലാം ഇതിനെതിരായിട്ട് മുന്നോട്ട് വരാൻ വേണ്ടി പറ്റണം. ഇത് തന്നെയാണ് അതിൻ്റെ ഒരു വസ്തുത എന്ന് എനിക്ക് തോന്നുന്നു. പുതിയ മാറ്റങ്ങളോ അല്ലെങ്കിൽ ഒരു ആഘോഷങ്ങളിൽ വരുന്ന സന്തോഷങ്ങളോ അല്ല, അതിന് അപ്പുറം ഇത്തരത്തിലുള്ള ഡ്രഗ് അല്ലെങ്കിൽ മയക്കുമരുന്നും മദ്യവും ഒക്കെ ഒഴുകിയെത്തുന്നതാണ് നേരത്തെ പറഞ്ഞ ബൗണ്ടറി കടക്കുന്നത് എന്നാണ് എനിക്ക് ഈ ചർച്ചയിൽ നിന്ന് തോന്നുന്നത്. അങ്ങനെ തന്നെയാണ് പ്രതിഭനും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കല്യാണ വീടുകളിൽ നമ്മളെ ഈ മിമിക്രി ആയാലും പാട്ടായാലും ഗാനമേള അതൊക്കെ നിരോധിക്കാനുള്ള ഒരു അധികാരം സർക്കാർ കാണിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവിടെ മദ്യം നന്നായിട്ട് അവിടെ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മദ്യം എന്തുകൊണ്ട് അത് നിരോധിക്കുന്നില്ല?
അത്ര ആഘോഷങ്ങളിൽ? അല്ല, അതിനകത്തുള്ളൊരു വിഷയം എന്ന് വെച്ചാൽ കേരളത്തിന് നിയമപരമായി ഒരാൾക്ക് കയ്യിൽ വെക്കാവുന്ന മദ്യത്തിന് അളവുണ്ട്, അതിൻ്റെ ബില്ല് വേണം. അതിനകത്ത് ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ വ്യാജമദ്യം കേരളത്തിൽ പിടിക്കപ്പെടുന്നുണ്ട്, പക്ഷേ വാങ്ങിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു. അതാണ് നേരത്തെ മാഷ് പറഞ്ഞൊരു കാര്യം. കേരളത്തിനകത്ത് ഓരോ സീസണിൽ ഇപ്പോൾ ന്യൂ ഇയറിൽ ഇത്ര കോടിയുടെ എത്തി, ഓണത്തിന് ഇത്ര ടാർഗറ്റായി, ഇന്ന സ്ഥലം ഒന്നാമത് എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് വാർത്ത വരുന്നു. കാരണം ഇതിനകത്ത് നിയമപരമായിട്ടുള്ള മദ്യത്തിൻ്റെ ലഭ്യതയുണ്ട്. അതിനകത്തുള്ളൊരു വിഷയം ഗവൺമെൻറ് തടയാത്തതുകൊണ്ടല്ല, ഇത് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു, ആ ഒരു കൾച്ചർ വരുന്നു. ആ കൾച്ചറിനെതിരായിട്ടുള്ള ഒരു ഇടപെടലാണ് ഉണ്ടാകുന്നത്. അതും ഗാനമേളയുടെ ഒരു വിഷയം വരുമ്പോൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു റൈറ്റ്, ഒരു കലാപുണ്ടായാൽ അവിടെ കർഫ്യൂ അല്ലെ 144 പ്രഖ്യാപിക്കുക ഒരു തൽക്കാലമാണ്, അത് 1-2 ആഴ്ച. അതേപോലെ ഈ ഒരു വിഷയം വന്നപ്പോൾ ഇപ്പോൾ താൽക്കാലികമായിട്ട് ചില സെൻസിറ്റീവായ സ്ഥലങ്ങളിൽ ഗാനമേള നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അത് താൽക്കാലികമാണ്, അതുകൊണ്ട് എല്ലാ കാലത്തേക്കുള്ള സാധനമല്ല. പ്രദീപിനെ പോലുള്ള കലാകാരന്മാർ അങ്ങനെ എടുക്കേണ്ടതില്ല. ലോ ആൻഡ് ഓർഡർ പാലിക്കുന്നതിന് വേണ്ടി പോലീസ് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ടുള്ള ചില താൽക്കാലികമായ നിയന്ത്രണങ്ങൾ എന്ന നിലയിലേക്ക് അത് വേണ്ടു. അല്ലാതെ ഇനി മംഗലപുരക്ക് ആരും ഗാനമേള നടത്തിക്കൂടാ, ഇനി അവിടെ സൗണ്ട് ബോക്സ് വെച്ചുകൂടാ എന്ന നിലയിലേക്ക് നമുക്ക് പോകാനേ പറ്റില്ല. ഇത് ലോ ആൻഡ് ഓർഡർ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള താൽക്കാലിക സംവിധാനം എന്ന നിലയിൽ മാത്രമാണ് ഞാൻ അതിനെ കാണുന്നത്. മദ്യത്തിൻ്റെ കാര്യം ഞാൻ പറയാൻ കാരണം വെച്ചാൽ, ഞാൻ മദ്യപാനിയല്ല, ഞാൻ മദ്യം കുടിക്കാറില്ല. പക്ഷേ ഞാൻ കണ്ട എൻ്റെ അധിക സുഹൃത്തുക്കളും അതുവരെ ഉണ്ടായിരുന്ന സ്വഭാവമായിരിക്കില്ല ഈ മദ്യം കുടിച്ച ശേഷം. ഞാനെന്ന ഭാവം, ഞാൻ ഭയങ്കര സംഭവമാണ്, പിന്നെ തള്ളുകളൊക്കെ അങ്ങ് തുടങ്ങും. അപ്പോൾ ഈ ഒരു വീട്ടിൽ ഇതുപോലെ മദ്യം ഒരു സൈഡിൽ നിന്ന് ആഘോഷങ്ങൾ നന്നായി അവിടെ നടക്കുന്നു, അവിടെ മൊത്തം പോസിറ്റീവ് എനർജിയാണ്. ഇപ്പം ബസ്സിൽ ഡാൻസ് കളിക്കുന്നൊക്കെ പറഞ്ഞത് നമ്മൾ ഫുൾ രക്തോട്ടം നടക്കും നന്നായിട്ട്. ബോഡി, ഞാൻ ഒരു ആയുർവേദ തെറാപ്പിസ്റ്റും കൂടിയാണ്. അപ്പോൾ അതിൻ്റെതായ രക്തോട്ടം കൊണ്ട് മാനസികമായ പോസിറ്റീവ് വൈബ്സ് നമുക്ക് കിട്ടും. പിന്നെ രക്തോട്ടം കൂടി ആകുമ്പോൾ നമുക്ക് ഉന്മേഷമായി. അത് കഴിഞ്ഞ് കുറച്ച് ക്ഷീണം ഉണ്ടെങ്കിൽ തന്നെ നെക്സ്റ്റ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും നമുക്കൊരു പവറും ഒരു ബോഡിക്ക് ഒരു ഇതൊക്കെ ഉണ്ടാവും, പ്രസരിപ്പ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും. അപ്പോൾ ഈ മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ചില വാക്കുകളിലൂടെ ആയിരിക്കും അവിടെ പ്രശ്നം രൂപപ്പെടുക. ഇപ്പം ഞാൻ കുറച്ച് മത്ത് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡാൻസ് കളിക്കുന്ന സമയത്ത് നീ മേത്ത് മുട്ടണം എന്തൊരു വർത്താനം പറയുന്നിടത്ത് നീ അവിടെ മുട്ടും, ഇത് കളിക്കുക, ഇതല്ലേ നിൻ്റെ അവസ്ഥ ഒന്നല്ലല്ലോ നീ പോകുന്നത്. ആ ഒരു ദേഷ്യമായിരിക്കും പിന്നീട് പ്രശ്നമായി വന്നിട്ട് ഒരാൾ മരണത്തിൽ ഇടയാക്കുന്നത്. നോർമലായിട്ട് മദ്യമൊന്നും കഴിക്കാതിരിക്കുന്ന സമയത്ത് സ്വബോധത്തോടു കൂടി ആഘോഷങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാധ്യത കുറവാണ്. അപ്പോൾ ആഘോഷങ്ങൾ ഒരു പരിധിവരെ നല്ലതാണ്. ആഘോഷങ്ങൾക്കിടയിലുള്ള ഇത്തരം ആഘോഷങ്ങൾക്ക് കുറച്ച് ലിമിറ്റേഷൻ വേണം. അപ്പോൾ തീർച്ചയായും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് തന്നെയാണ്. ആഘോഷങ്ങൾ ഓരോ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, അതൊക്കെ വളരെ നല്ലത് തന്നെയാണ്. അതിൽ ഒരു ബൗണ്ടറി ഉണ്ട്, അത് കടന്നു പോകുന്നത് ചിലപ്പോഴൊക്കെ ഈ മദ്യവും മയക്കുമരുന്നും ഒക്കെ തന്നെയായിരിക്കും. ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ യുവാക്കൾ മാറി നിൽക്കുകയും വളരെ നല്ല രീതിയിൽ അവരുടെ ജീവിതം ആഘോഷിച്ച് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. നേരും ബദറിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നമസ്കാരം.